പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. 2024 മമ്മൂക്ക, വൈശാഖ്, നിതിൻ മാനുവൽ താമസ് ഒരു 3 പേര് ഒരുമിച്ച സിനിമയായിരുന്നു ടർബോ. ടർബോ ജോസ് എന്ന ക്യാരക്ടറായിട്ട് മമ്മൂക്ക വന്ന സിനിമയാണ് ടർബോ. ടർബോ എന്ന സിനിമയിൽ നമ്മൾ ടർബോ ജോസിൻ്റെ ഒരു മാസ് ഇൻട്രോ സീനാണ് നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകും. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ജോണി ആന്റണി സായിപ്പന്മാര് ടൂറിസ്റ്റുകളൊക്കെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നത് അവന്റെ തൊഴിലായതുകൊണ്ടല്ലോ അവൻ റബ്ബർ പെട്ട് വീട്ടിലെങ്ങനെ ഇരുന്നാ പോലെ. ഓക്കെ, ശബരീഷ് വർമ്മ. ഓ എന്തോ ഒന്ന് വരുന്നുണ്ട്. ഓക്കെ, മഹീന്ദ്ര താർ. മോനെ അരിവാളെ വരുന്നുണ്ട്. ഓ ഓക്കെ. ഓ മെഗാ ഷോ. അടിപൊളി, സൂപ്പർ ഇൻട്രോ കേട്ടോ. നമുക്കിടെ കിട്ടിയ ഇൻട്രോ. ഓ ഓ മെഗാസ്റ്റാർ മമ്മൂട്ടി. ഓ വിജയൻ. ക്രിസ്റ്റോ സേവിയർ എന്നെ വിജയൻ ചെയ്തിട്ടില്ല കേട്ടോ. ഓ ഏതാ പുള്ളിയുടെ പ്രായം നോക്കണം കേട്ടോ. ഈ 74 വയസ്സിലെ പുള്ളി ചെയ്യുന്ന ആ ഒരു ഇത് എഫോർട്ട് ഓരോ പടത്തിന് വേണ്ടി എടുക്കുന്നതാണ്. ഇതിലാണ് അടിപൊളി സീൻ കേട്ടോ. രക്ഷിത നോട്ടം. ഓ ഏതാ
ഓ ഓ ടർബോ ബിന്ദു പണിക്കർ ഓ അവനെ കൊണ്ട് ആശുപത്രിയിൽ വിട്ടോ, ഞാൻ പുറകെ വന്നേക്കാം. നല്ല അടിപൊളി സൂപ്പർ ഒരു സീനാണ് നമുക്ക് കണ്ട്. ടർബോ എന്ന സിനിമയിലെ നമുക്കിവിടെ ഒരു മാസ് ഇൻട്രോ സീനാണ് കണ്ട്. 2024 സിനിമ റിലീസായിട്ടുള്ളത്. വൈശാഖ്, മിഥുൻ മാനുവൽ തോമസ് ഈ രണ്ട് സംവിധായകന്മാർ ഒരുമിച്ച് ചേർന്നിട്ടുള്ളൊരു സിനിമയായിരുന്നു. സംവിധായകനായിട്ട് വൈശാഖും തിരക്കഥ എഴുതിയിട്ടുള്ള മിഥുൻ മാനുവൽ തോമസും ആയിരുന്നു. നല്ലൊരു അടിപൊളി സൂപ്പർ ഒരു സിനിമയാണ് ഇത്. ഏകദേശം 25 കോടി രൂപ മുതൽ മുടക്ക് വന്നിട്ടുള്ള ഒരു സിനിമയാണ് ടർബോ. ഏകദേശം 72 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള ബോക്സ് ഓഫീസിൽ ഒരു വിജയം കൈവരിച്ച സിനിമ തന്നെയാണ് ടർബോ. അതുപോലെ മമ്മൂക്കയെ കൂടാതെ ജോണി ആൻ്റണി, ശബരീഷ് വർമ്മ, അഞ്ജന പ്രകാശ്, കബീർ ദ്വാൻ സിംഗ്, രാജ്ബി ഷെട്ടി ഇവരൊക്കെ ആയിരുന്നു ഇതിലെ മറ്റ് പ്രധാന താരങ്ങളായിട്ട് വന്നിട്ടുള്ളത്. നല്ലൊരു 2024 തന്നെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സിനിമയായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയിൽ എനിക്ക് പോരായ്മയായി തോന്നിയത് കോമഡി അധികം കണ്ടില്ല. എന്തൊരു ആക്ഷൻ കോമഡി ഭാഗത്ത് പറഞ്ഞ സിനിമ ആയിട്ട് പോലും എന്തോ കോമഡി അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായി തോന്നില്ല. അതുപോലെ തിരക്കഥയിലുള്ള ചെറിയ ചെറിയ പോരായ്മകളായിരുന്നു ഈ സിനിമയുടെ ഒരു മോശം വശമായി തോന്നിയത്. നല്ലൊരു തിരക്കഥ ആയിരുന്നു, നല്ലൊരു കോമഡി ഉള്ള സിനിമയാണെങ്കിൽ ഇത് തോന്നുന്നത് 100 കോടിക്ക് മുകളിൽ കിടക്കേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു ടർബോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.